ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഓഫ് ദി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ സീക്വൻസ് 149 ആണ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2025 ഓണൽ എക്സാമിൽ വന്നിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സിമ്പിൾ ആണ്. ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിന്ന് തന്നിട്ടുണ്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ് എന്നുള്ളത്. അപ്പോൾ ഈ 1ഉം 4ഉം 9ഉം ഏതൊക്കെയോ നമ്പറിന്റെ സ്ക്വയറുകളാണ്. 1 പറയുന്നത് ഏതിന്റെ സ്ക്വയറാ? 1ന്റെ സ്ക്വയർ ആണ്. 4ഓ 2ന്റെ സ്ക്വയർ ആണ്. 9 പറയുന്നത് 3ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അടുത്ത നമ്പർ ഏതായിരിക്കും? 4ന്റെ സ്ക്വയർ ആയിരിക്കും ഉത്തരം. അപ്പോൾ 4ന്റെ സ്ക്വയർ ഏതാ? 4 × 4 16 ആണ്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എത്രയായിരിക്കും? 16 ആയിരിക്കും. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കറക്റ്റായി ഉത്തരം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഇഫ് ദ സം ഓഫ് second and fifth term of the arithmetic sequence is 17, then the sum of third and fourth term is also 17. അതായത് രണ്ടാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനിലുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ സംഖ്യകൾ കൂട്ടുമ്പോൾ 17 ആണെങ്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ ഇരിക്കുന്ന ടേംസ് കൂട്ടിയാലും 17 തന്നെ ആയിരിക്കും എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 പറഞ്ഞിരിക്കുന്നത് ഇൻ ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് 2 പൊസിഷൻ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് 2 പൊസിഷൻസ് ദെൻ ദ സം ഓഫ് ദ ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ദ സെയിം. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ പൊസിഷൻസ് കൂട്ടുമ്പോൾ ഒരേ നമ്പർ ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലുള്ള ടേംസ് കൂട്ടുമ്പോഴും സെയിം ആയിരിക്കും എന്നുള്ളതാണ്, ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതൊരു എക്സാമ്പിൾ വഴി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന അരിത്തമാറ്റിക് സീക്വൻസ് 2, 4, 6, 8, 10, 12 ആണ്. അപ്പോൾ ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ ഈ ഒരു ഈവൻ നമ്പറിന്റെ ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിത്തെ ഫസ്റ്റ് ടേം, അതായത് ഒന്നാമത്തെ പദം ഏതാ? 2 ആണ്. രണ്ടാമത്തെ പദം 4, തേർഡ് ടേം 6, ഫോർത്ത് ടേം 8, ഫിഫ്ത്ത് ടേം 10. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? സെക്കൻഡും ഫിഫ്ത്തും ടേം കൂട്ടി നോക്കി എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ടേം ഈ ക്വസ്റ്റ്യനിൽ 4 ആണ്, ഫിഫ്ത്ത് ടേം 10 ആണ്. അപ്പോൾ 4ഉം 10ഉം കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 14 കിട്ടി. ഇനി പൊസിഷൻസ് തമ്മിൽ നമുക്ക് കൂട്ടാം. അതായത് 2ഉം 5ഉം കൂട്ടി എത്ര കിട്ടും? 7 കിട്ടും. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? മൂന്നാമത്തെ പദവും നാലാമത്തെ പദവും കൂട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ പദം ഏതാ? 6 ആണ്. നാലാമത്തെ പദം 8 ആണ്. അപ്പോൾ 6ഉം 8ഉം കൂട്ടി എത്ര കിട്ടും? 14 തന്നെ കിട്ടും. അതിന്റെ പൊസിഷൻസ് ആഡ് ചെയ്ത 3ഉം 4ഉം ആഡ് ചെയ്ത എത്ര കിട്ടും? 7 തന്നെ കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സംഖ്യ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്താലും ഈക്വൽ ആയിരിക്കും എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കറക്റ്റ്? ഇതിൽ സി സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. അതായത് 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ റീസണിങ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയണം. സി പറഞ്ഞുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. അടുത്തത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വെർ ഈച്ച് ടേം ലീവ്സ് റിമൈൻഡർ 4 ഓൺ ഡിവിഷൻ ബൈ 6. ഈസ് ദിസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വൈ? അതായത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6ന്റെ ടേബിൾസിലുള്ള ഉത്തരങ്ങൾ എടുക്കുക. അതായത് 1 × 6 6, 2 × 6 12, 3 × 6 18, 4 × 6 24. ഈ ഉത്തരങ്ങളുടെ കൂടെ 4 റിമൈൻഡറായി വരണമെങ്കിൽ 4നെ കൂട്ടിയാൽ മതി. അതായത് 6 + 4 12 + 4 18 + 4 25 + 4. അപ്പൊ നമുക്ക് കിട്ടുന്ന സീക്വൻസ് പറയുമ്പോൾ 10, 16, 22, 28 ആയിരിക്കും. ഇനി ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്നും കൂടെ ചോദിച്ചിട്ടില്ലേ? അരിത്തമാറ്റിക് സീക്വൻസ് ഇത് പ്രൈമറി കണ്ടീഷൻ എന്താണ്? ഇവർ തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് വേണമെന്നുള്ളതല്ലേ? അപ്പൊ നമ്മൾ അവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. 10ന് എത്ര കൂട്ടിയാലാണ് 16 വരിക? 6 കൂട്ടിയാലാണ് അല്ലേ? 16ന് 22 കിട്ടാൻ പിന്നെ ഒരു 6 കൂട്ടിയാൽ മതി. 22ന് 6 കൂട്ടിയാൽ 28 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് എഴുതി there is a constant difference, there is a common difference between the consecutive numbers എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ 3 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ സീക്വൻസ് ഓഫ് റിമൈൻഡേഴ്സ് obtained by dividing odd numbers by 10. is this an arithmetic sequence why? ഇതിൽ ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സീക്വൻസ് ആണോ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് അതായത് 1, 3, 5, 7, 9
അങ്ങനെയുള്ള നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ പറയുമ്പോൾ 1357, പിന്നെയും 13579, പിന്നെയും 13579 തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. 13നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 കിട്ടും. 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 5 കിട്ടും. ഇത് തന്നെയാണ് 1ഉം 3ഉം 5ഉം 7ഉം 9ഉം കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഇല്ല എന്ന് എഴുതാം. ഇതാണ് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അടുത്തതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 14, 23, 32 പറഞ്ഞൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബി 108. ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 സംഖ്യകൾ, ഏതെങ്കിലും 2 ടേംസ് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ 108 കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേമും കൊണ്ട് മൈനസ് ചെയ്താൽ മതി. ഇവിടെ സെക്കൻഡ് ടേം 23 ആണ്. 23 മൈനസ് 14 എത്രയാണ്? 9 ആണ്. അപ്പോൾ 9 ആണ് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ്. ഇനി അടുത്ത ഈ കോമൺ ഡിഫറൻസിനെ കൊണ്ട് 108നെ ഡിവൈഡ് ചെയ്യുക. 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. റിമൈൻഡർ 0 ആയി വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 108 2 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ആയി വരാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ 108നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിമൈൻഡർ 0 ആയി കിട്ടുന്നുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് 108 ഡിഫറൻസ് ആയിട്ട് വരാം. യെസ് എന്നാണ് ഉത്തരം. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ 50th ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ഒരു സീക്വൻസിൽ 15ാമത്തെ പദം എന്താണെന്നുള്ളതാണ് ചോദ്യം. 15th ടേം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. a+n-1 × d ആണ്. നമുക്ക് എ പറയണത് എന്താണ്? ഫസ്റ്റ് ടേം ആണ്, ആദ്യത്തെ പദം. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദം ഈ ഒരു സീക്വൻസ് 14, 23, 32 പറഞ്ഞ സീക്വൻസിൽ ആദ്യത്തെ പദം ഏതാണ്? 14 ആണ്, ആദ്യം കാണുന്ന പദം. അടുത്തത് a = 14 കിട്ടിയ ശേഷം എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. n എന്താ? 15th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കണം. അപ്പോൾ n പറയണത് 15 ആണ്. ഇനി കോമൺ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തു, അത് 9 ആണ്. അപ്പോൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 14 + 15 - 1 × 9 വരും. 14 + 15 - 1 ചെയ്യുമ്പോൾ 14 കിട്ടും. 14 × 9 126 ആണ്. ഈ 126നെ 14ന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 140. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 15th ടേം എത്രയാണ്? 140 ആണെന്നുള്ളത് ഉത്തരം എഴുതുക. അടുത്തത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 230 ഇൻ ദ സീക്വൻസ്. ഈ ഒരു സീക്വൻസിൽ 230ന്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നേരത്തെ യൂസ് ചെയ്ത അതേ ഫോർമുല തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാം. അതായത് ഓൾറെഡി നമുക്ക് ടേം തന്നിട്ടുണ്ട്. അപ്പോൾ 230 = എ പറയുന്നത് എത്രയാണ്? 14 ആണ്. പ്ലസ് n ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നിൻ്റെ അവിടെ ഒന്നും ഇടണ്ട, n തന്നെ ഇടുക. -1 × ഡിൻ്റെ അവിടെ 9. അപ്പോൾ ഇനി 14 + n-1 × 9 അല്ലേ? ഇതിൽ ഈ 14നെ 230യുടെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ +14 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -14 ആവും. അപ്പോൾ 230 - 14 ചെയ്യുമ്പോൾ നമുക്ക് 216 കിട്ടും. ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 9 അല്ലേ? n-1 × 9 അല്ല, അതിനെ =ന്റെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? 216 / 9 ആവും. മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ അല്ല. അപ്പോൾ =ന്റെ അങ്ങോട്ട് പോകുമ്പോൾ 9 ആവും. അപ്പോൾ 216 / 9 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടും. ഇപ്പോൾ n-1 = 24 കിട്ടി. ഇനി അടുത്ത് n-1 അല്ലേ? ഈ -1നെ =ന്റെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ +1 ആവും. അപ്പോൾ 24 + 1 ചെയ്യുമ്പോൾ 25 കിട്ടും. അപ്പോൾ എത്രാമത്തെ പദം 230? 25th ടേം ആണ് 230 എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ദ 4th ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 51 ആൻഡ് 6th ടേം ഇസ് 45. 4ാമത്തെ പദവും 6ാമത്തെ പദവും തന്നിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ 5th ടേം. 4ാമത്തേന്റെയും 6ാമത്തെയും നടുക്കുള്ള പദമാണ് ഏത്? 5th അല്ലേ? അപ്പോൾ 4th ടേമിൽ 51ഉം 6th ടേമായ 45ഉം പ്ലസ് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 51 + 45 ചെയ്യുമ്പോൾ നമുക്ക് 96 കിട്ടും. 96 / 2 48 കിട്ടും. ഇതാണ് എളുപ്പത്തിൽ ചെയ്യാനുള്ളത്. ഇനി കുറച്ച് ബുദ്ധിമുട്ടായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടെ ടേം ഡിഫറൻസ് പറയുമ്പോൾ 45 - 51 ചെയ്യുക എത്ര കിട്ടും? -6 കിട്ടും. ഡിവൈഡഡ് ബൈ 6 - 4 = 2 കിട്ടും. ഇനി -6 / 2 ചെയ്യുമ്പോൾ നമുക്ക് -3 ആണ് ഉത്തരം കിട്ടുക. ഈ -3നെ എന്ത് ചെയ്താൽ മതി? 4th ടേം തന്നിട്ടില്ലേ? ഇനി 4th ടേമിൽ നിന്ന് 5th ടേം കിട്ടണം എന്താ ചെയ്യേണ്ടത്? ഈ 51ന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അപ്പോൾ കോമൺ ഡിഫറൻസ് -3 അല്ലേ? അപ്പോൾ 51 + -3 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്
48 ആണ്. സെയിം ആൻസർ തന്നെ കിട്ടുക. അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു ദ ഫിഫ്ത്ത് ടേം ടു ഗെറ്റ് ദ ഫസ്റ്റ് ടേം. അഞ്ചാമത്തെ പദത്തിന്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് നമുക്ക് ആദ്യത്തെ പദം കിട്ടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഫിഫ്ത്ത് ടേം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 48 ആണെന്ന് കണ്ടുപിടിച്ചു. കാര്യമില്ല. ഫസ്റ്റ് ടേം മൈനസ് ഫിഫ്ത്ത് ടേം, അതായത് 1 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -4 ആണ് കിട്ടുക. -4 കോമൺ ഡിഫറൻസ് -3 ആണ് നമുക്ക് മനസ്സിലായി. -4 ഇൻറ്റു -3 കണ്ടുപിടിക്കുമ്പോൾ 12 ആണ് ഉത്തരം കിട്ടുക. അപ്പോൾ 12 ആഡ് ചെയ്താൽ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ 12 ആഡ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ പദം കിട്ടും. അപ്പോൾ ഇവിടെ 48ൻ്റെ കൂടെ 12 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 60 കിട്ടും. 60 ആണ് ഫസ്റ്റ് ടേം. അടുത്തത് തേർഡ് ക്വസ്റ്റ്യനിൽ റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദ സീക്വൻസ്. ആദ്യത്തെ 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് ടേം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. 60 ആണ്. ഇനി അടുത്ത ടേം 60 കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ഈ 60യുടെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 60 പ്ലസ് -3 പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 57 കിട്ടും. ഇനി 57ൻ്റെ കൂടെ -3 പ്ലസ് ചെയ്താൽ 57 - 3 54 കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം എത്രയായിരിക്കും? 60, 57 ആൻഡ് 54 ആണ് ഇവിടെ 3 ടേംസ്. ഇത്രയും. ക്വസ്റ്റ്യൻ അടുത്തത് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 133 ആൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഇസ് 511 ആണ്. ഇവിടെ തന്നിരിക്കുന്നത് സമ്മാണ്, ടേമും പൊസിഷനും അല്ല. കൺഫ്യൂസ് ആവരുത്. ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസും തന്നിട്ടില്ല, കണ്ടുപിടിക്കാനും പറ്റില്ല, ഇവിടെ തന്നിട്ടുമില്ല. പിന്നെ അടുത്തത് ഫസ്റ്റ് ടേമും തന്നിട്ടില്ല. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഫോർത്ത് ടേം എന്നാണ്. ഇവിടെ ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് കണ്ടില്ലേ? 7 പറയണത് എന്താ? ഒരു ഒറ്റ സംഖ്യയല്ലേ, ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ 7 + 1 ഡിവൈഡഡ് ബൈ 2, n + 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് മിഡിൽ ടേം പൊസിഷൻ കിട്ടും. എന്താണ് ഈ ടേമിൻ ഈ ഒരു നമ്പേഴ്സിന് മിഡിൽ ടേം ഏതാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ 7 + 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 2 = 4. അതായത് ഫോർത്ത് ടേം എന്താണ്? 7 ടേമിൻ്റെ മിഡിൽ നമ്പർ ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ നമുക്കൊരു പുതിയ ഇക്വേഷൻ പഠിക്കാം. സം ഓഫ് ഓഡ് നമ്പർ ഓഫ് ടേംസ്, അതായത് ഓഡ് നമ്പറിലാണ് ടേം വരുന്നത്, അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. അതായത് 7 ടേംസ് ഇൻറ്റു ഫോർത്ത് ടേം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 133 കിട്ടും, സമ്മ് കിട്ടും. അപ്പോൾ 7 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഇനി x4 എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് ഫോർത്ത് ടേമിനെ x4 എന്ന് ഡിനോട്ട് ചെയ്യുക. 7 ഇൻറ്റു x4 = 133. x4 = 7 മൾട്ടിപ്ലൈഡ് അല്ല, അപ്പോൾ ഈക്വൽ ടുവിൻ്റെ അടുത്ത സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. 133 ഡിവൈഡഡ് ബൈ 7 ആവും. അപ്പോൾ കിട്ടുന്ന ഉത്തരം 19 ആണ്. അപ്പോൾ 19 ആണ് ഫോർത്ത് ടേം. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ വാട്ട് ഈസ് ദ 11th ടേം ആണ്. 11th ടേം കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ഇല്ല. അപ്പോൾ നമ്മളൊരു പുതിയ ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ്. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ SN = അതായത് സമ്മിനെ ഡിനോട്ട് ചെയ്യുന്നത് SN ആണ്. SN = n/2 ബ്രാക്കറ്റിൽ 2a + n - 1 × d ആണ് നമ്മൾ ചെയ്യുക. ഇവിടെ നമുക്ക് 2 സമ്മാണ് തന്നിരിക്കുന്നത്, 7 ടേംസിൻ്റെയും 14 ടേംസിൻ്റെയും. ഇത് വെച്ച് നമുക്ക് 2 തരത്തിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ രണ്ടും പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണോ സൗകര്യമായി തോന്നുന്നത്, ഈസിയായി തോന്നുന്നത് അത് യൂസ് ചെയ്തിട്ട് എക്സാമിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 7 ടേംസും 14 ടേമും കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഇക്വേഷൻ, അതായത് SN = n/2 2a + n - 1 × d പറഞ്ഞ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ തന്നിരിക്കുന്നത് ഏതാണ്? നമ്മൾ S14 ആണ്. വലിയ നമ്പർ S14 അല്ലേ? 14 ആണ് വലിയ നമ്പർ, അതുകൊണ്ട് ആദ്യം S14 കണ്ടുപിടിക്കുക. S14 = n ൻ്റെ സ്ഥാനത്ത് 14 ഡിവൈഡഡ് ബൈ 2 ബ്രാക്കറ്റിൽ 2a നമുക്ക് അറിയില്ല.